ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ എക്സാമിനെ പറ്റിയാണ്. ഓക്കെ, നിങ്ങളൊരു ബിഗിനർ ആണ്, നിങ്ങളൊരു ഫ്രഷർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രഷ് സ്റ്റാർട്ട് ആഗ്രഹിക്കുന്ന ആളാണ്, PSC എക്സാംസ് എഴുതി ഒന്നേം തുടങ്ങണം, അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് എഴുതാൻ പോവാണ് എന്നുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് എക്സാമാണ് കമ്പനി ബോർഡ് LGS എന്ന എക്സാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ കമ്പനി ബോർഡ് LGS ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ 5-6 മാസം കഴിയുമ്പോഴത്തേക്കും ഇപ്പം നോട്ടിഫിക്കേഷൻ വന്ന് കഴിഞ്ഞ വട്ടം അതാണ്, കാരണം 2021 നോട്ടിഫിക്കേഷൻ വന്നിട്ട് എക്സാം നടന്നൊരു 5 മാസം കഴിഞ്ഞിട്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ട് മെയിൽ എക്സാം ആണ്. അപ്പം പ്രിലിമിനറിയും മെയിൻസ് ഒക്കെ ഉണ്ടോ നമുക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് എന്താ സിലബസ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ സിലബസ് വെച്ച് അടിപൊളിയായിട്ട് പഠിക്കാൻ പോവാണ്. കമ്പനി ബോർഡ് LGS ആണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മെയിൻ എയിം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആദ്യത്തുള്ള എയിം എന്ന് പറഞ്ഞാൽ എന്താ? കമ്പനി ബോർഡ് LGS ആണ്. റെഡിയാണോ? പഠിക്കാൻ റെഡിയാണോ? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നൊരു വീഡിയോ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് ചെയ്ത് പഠിച്ച് പോകേണ്ട ഒരു വീഡിയോ ഞാൻ എവിടെ ഇട്ടുണ്ട്, യൂട്യൂബിൽ ഇട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒരു കാണാം. ഇത് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അപ്പോൾ നിങ്ങൾ ഫ്രഷറാണ്, ബിഗിനറാണ്, നിങ്ങൾ ഒരു ആദ്യമായിട്ട് തുടങ്ങാൻ പോവാണെന്നുള്ള ആളാണെങ്കിൽ, റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമുക്കറിയണം അല്ലേ? നമ്മളൊരു എക്സാം അല്ലെങ്കിൽ ഒരു പർവ്വതം കയറാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കണം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണ് എടുക്കേണ്ടത്. നമുക്കിപ്പോൾ എങ്ങനെ നമുക്ക് അവിടെ വരെ എത്താൻ പറ്റുമോ, നമുക്ക് അതിൻ്റെ എബിലിറ്റി ഉണ്ടോ, നമുക്ക് എന്തൊക്കെ ബിൽഡ് ചെയ്ത് എടുക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയണം. അത് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ തന്നെ അനലൈസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യം എന്ന് പറഞ്ഞുതരാം. ഞാൻ കൂടുതൽ വലിച്ചു കിട്ടുന്നില്ല, ജസ്റ്റ് ചെറിയൊരു കാര്യം. നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഒന്നും ഇല്ല, ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഒന്നും ഇല്ല, നിങ്ങൾക്ക് എങ്ങനെ പഠിച്ചു തുടങ്ങണമെന്ന് അറിയത്തില്ല, നിങ്ങൾ കംപ്ലീറ്റ് ബ്ലാങ്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യമാണ് നമ്മുടെ തൊഴിൽ വാർത്തയോ തൊഴിൽ വീഡിയോ വാങ്ങിക്കുക. ഓക്കെ, തൊഴിൽ വാർത്ത തൊഴിൽ വീതി വാങ്ങിക്കുക. ഇപ്പോൾ ദാണ്ടേ ഈ ഒരു തൊഴിൽ വീതിയാണ്. തൊഴിൽ വീതിക്കകത്ത് ദാണ്ടേ 15 രൂപയുള്ളൂ. 15 രൂപ മുടക്കി ഒരു തൊഴിൽ വീതി വാങ്ങിച്ചിട്ട് അതിനകത്ത് എന്ത് വരും? ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ഇപ്പം ഇതിനകത്ത് ഏതൊരു സോൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ഇരിക്കുക ഒരു 1.25 മണിക്കൂർ നിങ്ങളുടെ സ്വസ്ഥമായിട്ടൊരു സ്ഥലത്ത് നിങ്ങൾ ഇരിക്കുക. ഓക്കെ, നിങ്ങളെ വീട്ടിലെ ടെറസിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് എക്സാം എഴുതുന്ന രീതിയിൽ ഇരിക്കുക. വെള്ളം എടുത്ത് വെക്കുക, നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുക, നിങ്ങളുടെ ക്ലോക്ക് എടുത്ത് വെക്കുക, സമയം നോക്കുക, എഴുതാൻ തുടങ്ങുക. എക്സാം എന്ന രീതിയിൽ എഴുതാൻ തുടങ്ങുക. ഇതിനകത്ത് തന്നെ എന്തുണ്ട്? OMR ഷീറ്റ് ഉണ്ട്. നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, ഒരു OMR ഷീറ്റ് ഇതിനകത്ത് വരുന്നുണ്ട്. കണ്ടോ? ഈ OMR ഷീറ്റിനകത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതുക, അതിനകത്തൊരു കറുപ്പിക്കുക. മനസ്സിലായല്ലോ? OMR ഷീറ്റ് തന്നെ കറുപ്പിക്കണം. ആ മൊത്തം കറുപ്പിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ളത് എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യണം. നിങ്ങൾക്കിപ്പം 1.25 മണിക്കൂർ നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞ സാധനം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്ന് ലാസ്റ്റ് 1.25 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ കുറച്ചൊരു ബ്രേക്കൊക്കെ എടുത്ത് ഒന്ന് നടന്നൊക്കെ വന്നിട്ട് എന്ത് ചെയ്യണം? ഈ മാർക്ക് എത്ര കിട്ടുന്നു നോക്കണം. നിങ്ങളുടെ ഫസ്റ്റ് മാർക്ക് അത് അല്ലേ? നിങ്ങൾ ഇത്രയും നാള് ഒന്നും നോക്കിയിട്ടില്ല, ഒന്നും പഠിച്ചില്ല, നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ ബേസിന് അറിയത്തില്ല, അങ്ങനെ ഇരിക്കുന്ന ആളാണ് നിങ്ങൾ. അപ്പം നിങ്ങൾക്ക് എവിടെ നിങ്ങൾ നിൽക്കുന്നു, നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? അതിനകത്ത് മാത്സ് നിങ്ങൾക്ക് അറിയാവുന്ന ഏരിയ കാണുമായിരിക്കും, സയൻസ് അറിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടോപ്പിക് നിങ്ങൾക്ക് എക്സ്ട്രാ അറിയായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ജനറൽ നോളജ് അറിയായിരിക്കും, കറണ്ട് അഫയേഴ്സ് അറിയായിരിക്കും. നിങ്ങൾക്ക് അറിയാവുന്നത് മാത്രം, കള്ളത്ര ഒന്നും കാണിക്കരുത്. നിങ്ങൾ തന്നെ പറ്റിക്കാതെ കറക്റ്റായിട്ട് ഏതെങ്കിലും ഒരു തൊഴിൽ വാർത്തയോ തൊഴിൽ വീഡിയോ മേടിച്ചിട്ട് അതിനകത്തുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തിട്ട് OMR ഷീറ്റ് തന്നെ ചെയ്യണം. ചെയ്തിട്ട് എന്ത് ചെയ്യുക? മാർക്ക് നോക്കുക, എത്ര മാർക്ക് കിട്ടുന്നു. കറക്റ്റ് മാർക്ക് എഴുതി വയ്ക്കുക. ആ ക്വസ്റ്റ്യൻ പേപ്പർ, ആ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ കളയരുത്. നമ്മൾ അവസാനം കമ്പനി ബോർഡ് LGSന്റെ എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് എഴുതുന്ന എക്സാമും ഈ എക്സാമും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അപ്പോൾ അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം. ഇപ്പം എന്താ ചെയ്യണം, എങ്ങനെ തുടങ്ങണം എന്ന് അറിയാൻ വയ്യാതിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ചെയ്യുക. ക്ലിയർ ആണല്ലോ? നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്ത് അതിൻ്റെ മാർക്ക് എത്ര കിട്ടുമെന്ന് അറിയാം. സെറ്റാണേ? ഇത് ചെയ്യാൻ പറ്റുമല്ലോ, അത് ചെയ്യാം. ക്ലിയർ ആണല്ലോ? പിന്നെ നിങ്ങൾക്ക് വേണ്ട മെൻറ്റർഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളെ മെൻറ്ററിങ് ആണ് ഞാൻ ചെയ്തത്. നിങ്ങളെല്ലാ സപ്പോർട്ട് ഞാൻ തരും. നിങ്ങളെ കൂടെ നിന്ന് പഠിപ്പിച്ചെടുക്കലാണ് എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. മനസ്സിലായാൽ? നമുക്ക് ഒരുപാട് റിസോഴ്സുകളുണ്ട്. നമുക്ക് ഒരുപാട് റിസോഴ്സ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഓൺലൈൻ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? കറക്റ്റ് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുന്നില്ല. ആ പഠിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ മാർക്ക് കയറാത്തത്, നിങ്ങളുടെ റാങ്ക് കയറാത്തത്, നിങ്ങൾക്ക് ആ ജോലിയിലോട്ട് എത്താൻ പറ്റാതെ വർഷങ്ങളോളം ഇവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങളൊന്ന് പുഷ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളൊന്ന് തള്ളി വിടുക. മനസ്സിലായോ? കാരണം ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് പേഴ്സണൽ ലൈഫിനകത്ത് ഒരുപാട് ഡിസ്ട്രാക്ഷൻ കാണും, അതിൻ്റെ കൂടെ അല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻ വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തേക്കുന്നത്? ഞാൻ ഈ ഒരു ചാനലിലും ടെലിഗ്രാം ചാനലും ഇൻസ്റ്റാഗ്രാം പേജിലും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ടെലിഗ്രാം ചാനലിൽ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് ഉണ്ട്. അത് ഞാൻ മേളിൽ നമ്മുടെ ലിങ്ക് ഇടുന്ന സെക്ഷനിൽ ബയോയിൽ ടാഗ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ ഇട്ടിട്ടുണ്ട്. അത് പോയി പ്രസ് ചെയ്ത് കാണുക. ടെലിഗ്രാം ചാനലിൽ ലിങ്ക് വരും. ആ ലിങ്കിൽ നിന്നും നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. മനസ്സിലായി? എല്ലാവർക്കും എനിക്ക് ലിങ്ക് അയച്ചിടാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ആമി ഹുമയൂണിനകത്ത് പ്രൊഫൈലിൽ കയറി എനിക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ എനിക്ക് മെസ്സേജ് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഡയറക്റ്റ് ഞാൻ ലിങ്ക് തരാം.
മനസ്സിലായോ? അതുകൊണ്ട് ആ ടെലിഗ്രാം ചാനലിൽ കയറുക. നിങ്ങൾക്ക് ഒരു ബേസ് ഇല്ല, നിങ്ങൾക്കൊന്ന് കൺസിസ്റ്റന്റ് ആയിട്ടും തുടങ്ങണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഡെയിലി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 5-6 ടോപ്പിക്കുകൾ ഇടുന്നുണ്ട്. ദിവസം ആ ഒരു ടോപ്പിക്ക് മാത്രം പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു സ്റ്റാർട്ടിങ് കിട്ടും. പിന്നെ നിങ്ങൾ കൂടെ കൊണ്ടുപോയിക്കോളും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ സ്റ്റാർട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അത് ചെയ്യുക, ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക, എന്നിട്ട് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യുക എത്ര മാർക്ക് കിട്ടി എന്നുള്ളത്. ഞാനും നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി, വേറെ ആർക്കും അറിയേണ്ട. ഞാൻ നിങ്ങൾ അറിഞ്ഞാൽ മതി എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത്. നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നതിന് തലേന്ന് എഴുതുന്ന എക്സാമിനും എത്ര മാർക്ക് കിട്ടിയെന്ന് എനിക്ക് അറിയിക്കണം, എന്നെ അറിയിക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റും. റെഡിയാണോ? വർക്ക് ചെയ്യാൻ റെഡിയാണോ? വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ മാത്രം നിങ്ങൾ ഇറങ്ങിയാൽ മതി. വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഐ ആം റെഡി എന്ന് താഴെ കമൻറ്റ് ചെയ്യണം. മനസ്സിലായാലോ? നമുക്ക് നോക്കാം എത്ര പേരാണ് നമ്മുടെ ഒരുമിച്ച് പോകാൻ വേണ്ടി റെഡി ആയിട്ടുള്ളതെന്ന്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.